റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിയിൽ ഇടപെടുന്നതിൽ കെഎസ്ഇബിക്ക് ഗുരുതരമായ വീഴ്ച. പുറത്തുനിന്നും വൈദ്യുതി വാങ്ങാനുള്ള തീരുമാനം കെഎസ്ഇബി 2 ആഴ്ച വൈകിച്ചു. 200 മെഗാവാട്ടിന്റെ വൈദ്യുതി കരാറിനായി ജൂൺ 15 ടെൻഡർ വിളിക്കുകയും ജൂൺ 30 ടെൻഡർ ഉറപ്പിക്കുകയും ചെയ്തു. ജൂലൈ 2 അദാനി അടക്കം 2 കമ്പനികളെ തെരഞ്ഞെടുത്തു. എന്നാൽ അന്തിമ തീരുമാനത്തിന് അന്തിമ അനുവാദം നൽകേണ്ട റെഗുലേറ്ററി കമ്മീഷനെ 2 ആഴ്ച കഴിഞ്ഞാണ് കെഎസ്ഇബി അറിയിച്ചത്. വൈദ്യുതി നിയന്ത്രണം തുടരുന്ന സമയമായിട്ടും നടപടി കെഎസ്ഇബി മനഃപൂർവ്വം വൈകിപ്പിച്ചു എന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. ഗുരുതര വീഴ്ചയാണെന്നും ഭാവിയിൽ ആവർത്തിക്കരുതെന്നും റെഗുലേറ്ററി കമ്മീഷൻ കെഎസ്ഇബിക്ക് മുന്നറിയിപ്പ് നൽകി. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ് TV പ്രസാദിന്റെ വിവരങ്ങളുമായി. പ്രസാദ്, ഇപ്പോൾ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനാണ് എത്ര വൈദ്യുതി വാങ്ങാമെന്നുള്ള കാര്യത്തിൽ അന്തിമമായ തീരുമാനമെടുക്കുക. അത് ചോദിക്കുന്നതിൽ കെഎസ്ഇബി കാലതാമസം വരുത്തി എന്നതാണോ ഇപ്പോൾ ഈ റെഗുലേറ്ററി കമ്മീഷൻ പറയുന്ന കാര്യം? അസ്മൃതി, അത് തന്നെയാണ്. ഇതിന്റെ നടപടികൾ പരിശോധിക്കുമ്പോഴും അക്കാര്യം വ്യക്തമാകും. ഇന്നലത്തെ ഡോക്യുമെന്റ് പരിശോധിക്കുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാകും എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ മഴക്കുറവ് കൊണ്ടും അതുപോലെ വ്യത്യസ്തങ്ങളായ പ്രതിഭാസങ്ങൾ കൊണ്ടുമെല്ലാം വലിയ തോതിലാണ് വൈദ്യുതിയുടെ പ്രതിസന്ധി സംസ്ഥാനത്ത് ഉണ്ടായത്. അങ്ങനെ ജൂൺ 15 മുതൽ തന്നെ സംസ്ഥാനത്ത് അപ്രഖ്യാപിതമായ പവർ കട്ട് പല സമയങ്ങളിലായി തുടങ്ങിയിരുന്നു. ഔദ്യോഗികമായി ഇത് അറിയിച്ചു തുടങ്ങിയത് കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളെങ്കിൽ പോലും ജൂൺ 15 മുതൽ തന്നെ അതിരൂക്ഷമായിരുന്നു സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി. അങ്ങനെയാണ് ഇക്കഴിഞ്ഞ ജൂൺ മാസം 18 തീയതി 200 മെഗാവാട്ടിന് വേണ്ടിയുള്ള ടെൻഡർ വിളിക്കുന്നത്. അങ്ങനെ ടെൻഡർ വിളിച്ച് 30 തീയതി ടെൻഡർ ഓപ്പൺ ചെയ്യുകയും ചെയ്തു. പിന്നീട് 1 തീയതി പരിശോധന നടത്തി. 2 തീയതി കമ്പനികളുമായി നെഗോഷിയേറ്റ് ചെയ്ത് 5.96 രൂപയ്ക്ക് അദാനി അതുപോലെ തന്നെ മീനാക്ഷി 2 കമ്പനികളുമായി കരാറിൽ ഏർപ്പെടുകയും ചെയ്തു. ആ സമയത്ത് തീരുമാനിക്കുകയും ചെയ്തു. പിന്നീട് വേണ്ടത് റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതിയാണ്. റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി കിട്ടിയാൽ മാത്രമാണത് എഗ്രിമെന്റുമായി മുന്നോട്ട് പോകാൻ കഴിയുക. അങ്ങനെ 2026 ഈ കഴിഞ്ഞ ജൂലൈ മാസം 2 തീയതി ആ ടെൻഡറിൽ തീരുമാനമെടുത്തു. സ്വാഭാവികമായി അപ്പോൾ തന്നെ അന്ന് തന്നെ അതല്ലെങ്കിൽ അടുത്ത ദിവസം ഈ ഗുരുതര പ്രതിസന്ധി നിലനിൽക്കെ അത് കെഎസ്ഇബി റെഗുലേറ്ററി കമ്മീഷനെ അറിയിക്കേണ്ടതായിരുന്നു. പിന്നീട് റെഗുലേറ്ററി കമ്മീഷൻ അതിൽ യോഗം ചേർന്ന് തീരുമാനമെടുക്കുകയാണ് സാധാരണഗതിയിൽ ചെയ്യാറ്. പക്ഷേ ജൂലൈ 2 ഇതിൽ ഒരു തീരുമാനമെടുത്തതിന് ശേഷം 200 മെഗാവാട്ട് വാങ്ങാനുള്ള തീരുമാനമെടുക്കുന്നു. ആ തീരുമാനത്തിൽ അന്തിമ അനുവാദം നൽകേണ്ട റെഗുലേറ്ററി കമ്മീഷനെ അറിയിക്കുന്നത് ജൂലൈ മാസം 16 തീയതിയാണ്. അതായത് കൃത്യം പറഞ്ഞാൽ 14 ദിവസങ്ങൾക്ക് ശേഷമാണ് അറിയിച്ചത് എന്നുള്ളതാണ് ഇതിലെ ഗുരുതരമായ കാര്യം. ഇക്കാര്യം തീയതി വെച്ച് പരാമർശിക്കുന്നുണ്ട്. പ്രതീക്ഷ ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങളായിരിക്കില്ലേ? അങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയില്ല സ്മൃതി ഇക്കാര്യത്തിൽ. കാരണം അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ പ്രതിസന്ധി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു പ്രതിസന്ധി. അതുകൊണ്ടാണ് ജൂൺ 15 വരെ കാത്തിരുന്നത് എന്നതാണ് ആദ്യഘട്ടത്തിൽ കരുതിയിരുന്നത്. പിന്നീട് ശരിയാവും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ജൂൺ 15 ടെൻഡർ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ടെൻഡർ വെക്കുകയും ചെയ്യും. അത് ചെയ്യുന്നത് 30 അതായത് 2 തന്നെ അതിന്റെ മറ്റു നടപടികൾ പൂർത്തിയാക്കി കമ്പനികളുമായി നെഗോഷിയേറ്റ് ചെയ്ത് 5.96 രൂപയ്ക്ക് സ്ഥിരപ്പെടുത്തുകയും ചെയ്തു, തീരുമാനിക്കുകയും ചെയ്തു. പക്ഷേ അതിലൊരു എഗ്രിമെന്റായി കരാറായി മാറണമെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ പിന്നീട് റെഗുലേറ്ററി കമ്മീഷനെ അറിയിക്കുക എന്നുള്ളതാണ്. അതായത് ടെൻഡർ വിളിക്കുന്ന സമയം മുതൽ തന്നെ അപ്രഖ്യാപിതമായ ലോഡ് ഷെഡിങ് കേരളത്തിൽ നിലവിലുണ്ട് എന്നുള്ളതാണ്. ആ സമയത്ത് തന്നെ ആ തീരുമാനം നടപ്പിലാക്കേണ്ടുന്ന ഉത്തരവാദിത്തം കെഎസ്ഇബിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ കെഎസ്ഇബി ബോധപൂർവമായ വീഴ്ച വരുത്തി. ഇനി മേലാൽ ആവർത്തിക്കരുത് എന്ന താക്കീതോടുകൂടിയാണ് ആ ഉത്തരവിന്റെ 8ാമത്തെ പോയിന്റിൽ ആ റെഗുലേറ്ററി കമ്മീഷൻ പറയുന്നത് എന്ന് നമുക്ക് കാണാം. ചുരുക്കത്തിൽ സ്മൃതി, അതിന്റെ തീയതികൾ പരിശോധിച്ചാൽ കൃത്യമായി മനസ്സിലാകും 2 ആഴ്ചയിലേറെ സമയം വെറുതെ കളഞ്ഞു എന്നുള്ളതാണ്. എന്തിനാണ് അത് വൈകിപ്പിച്ചത് എന്ന റെഗുലേറ്ററി കമ്മീഷന്റെ ചോദ്യം പ്രസക്തമാകുന്നതും അവിടെയാണ് സ്മൃതി. ശരി, കെഎസ്ഇബിക്ക് മുന്നറിയിപ്പ് നൽകുക കൂടിയാണ് ചെയ്തിരിക്കുന്നത് റെഗുലേറ്ററി കമ്മീഷൻ. പല ഘട്ടങ്ങളിലായി റെഗുലേറ്ററി കമ്മീഷൻ എടുത്ത നിലപാടുകൾ കെഎസ്ഇബിക്ക് തിരിച്ചടിയായിട്ടുണ്ടെങ്കിലും ഈ കാര്യത്തിൽ വൈദ്യുതി വാങ്ങുന്ന കാര്യത്തിൽ വളരെ പതുക്കെയാണ് കെഎസ്ഇബി നീങ്ങിയത് എന്നുള്ളതാണ്. അതാണ് റെഗുലേറ്ററി കമ്മീഷൻ ഭാവിയിൽ ആവർത്തിക്കരുത് എന്ന മുന്നറിയിപ്പോടുകൂടി തന്നെ 200 മെഗാവാട്ട് വാങ്ങാനുള്ള അനുമതി നൽകിയിരിക്കുന്നത്.